എൻ്റെ വീട് അങ്കമാലിക്കടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ എന്ത് പരിപാടി വന്നാലും അത് ക്രിസ്മസ് ആയിക്കോട്ടെ, ഈസ്റ്റർ ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, മാമോദീസ ആയിക്കോട്ടെ, എന്ത് പരിപാടിയാണെങ്കിലും നാടൻ ഊണ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നാടൻ ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അതിലൊഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് കേട്ടോ മാങ്ങ. മാങ്ങാക്കറി. ആ മാങ്ങാക്കറി ആയിട്ടോ ഞാനിന്ന് വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണേ. ഇച്ചിരി പൊലിപ്പിച്ച് പറഞ്ഞതാണ്, എല്ലാവരും ഉണ്ടാക്കുന്ന ഐറ്റമൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ 2 മാങ്ങ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മീഡിയം സൈസ് വലുപ്പത്തിൽ മുറിക്കുക. എൻ്റെ വീട്ടിലൊക്കെ പപ്പ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യാറ്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ആ ഒരു വെളിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇത് കിട്ടണമെങ്കിൽ, അതായത് കാണാൻ ആ ഒരു രൂപത്തിലേക്ക് ഇരിക്കണമെങ്കിൽ മീഡിയം സൈസ് ആക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ വാങ്ങിച്ചതിലെ ഒരു മാങ്ങ നല്ല പച്ചയായിരുന്നു, മറ്റേ മാങ്ങ ആ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കണ്ടോ, അതിന് ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കാൽക്കുലേഷനിൽ ഈ കറി എനിക്ക് 2 ദിവസം ഓടിക്കാനുള്ളതാണ്. അപ്പം ഞാൻ ആ മധുരമുള്ള മാങ്ങ എടുത്ത് മാറ്റി വെച്ചാൽ എൻ്റെ കാൽക്കുലേഷൻ മൊത്തം തെറ്റും. അതുകൊണ്ട് ഇച്ചിരി മധുരം ആയാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ കട്ട് ചെയ്ത മാങ്ങയിലോട്ടേക്ക് ഒരു സവാള, പച്ചമുളക്, വേപ്പില, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ പൊടികളായിട്ട് നമ്മൾ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടിയുടെ അളവ് അത്ര കുറയ്ക്കേണ്ട, ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കാരണം എന്നാലാണ് ഒരു കൊഴുപ്പൊക്കെ കിട്ടിയിട്ട് അങ്ങ് സെറ്റ് ആവുള്ളൂ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക, പിന്നെ ചുരുക്ക. ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. വേറൊരു അട്രാക്ഷനും കൂടി ഉണ്ട്. ചില നാട്ടിൽ വിനാഗിരി എന്നാണ് കേട്ടോ. രണ്ടാമത്തെ അട്രാക്ഷനാണ് ഇത് ഈ കാണുന്നത്. നല്ല പോലെ കൈവച്ച് ഞെരടാം. എത്ര സമയം നമ്മളിത് ഞെരടുന്നു അത്രയും ആ ഒരു കറിക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവും. പക്ഷെ എൻ്റെ കയ്യിലില്ലേ, ഈ പച്ചമുളകുമായിട്ട് ഞാനങ്ങൊരു മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടാൽ എൻ്റെ കൈ നല്ല പോലെ പുകയും. അതുകൊണ്ട് ഏട്ടൻ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു പകുതി അല്ല, അരമണിക്കൂർ ഏട്ടൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ ദേ വേറൊരു കറിയാക്കാൻ പോവാണ്. എൻ്റെ ഒരു കായും അതുപോലെ 2 മുരിങ്ങാക്കോലും ഉണ്ടായിരുന്നു. അപ്പം അത് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞ് കുക്കറിലിട്ട് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ ഒരു വിസിൽ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പേരി, ഞങ്ങളുടെ നാട്ടിൽ ഉപ്പേരി എന്നൊന്നുമല്ല കേട്ടോ, നല്ല ഭാഷയിൽ ഒലത്തെന്നാണ് പറയുക. ചില സ്ഥലങ്ങളിൽ അത് ചീത്ത വാക്കാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഒലത്തെന്നൊക്കെയാണ് പറയുക. പിന്നെ ഇത് നമ്മൾക്ക് മാങ്ങക്കറിക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ തേങ്ങാപ്പാലാണ്. 1-ാം പാലും 2-ാം പാലും. ഞാൻ ഈ കോക്കനട്ട് പൗഡർ വെച്ചിട്ടാട്ടോ സംഭവം ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലറയുടെയാണ് ഈ ഒരു ബ്രാൻഡ്. 1-ാം പാലിന് വേണ്ടിയിട്ട് ആ ഒരു ഗ്ലാസ്സിൽ പകുതിനേക്കാട്ടിലും കുറച്ചും കൂടെ കുറവ് വെള്ളത്തിൽ 3 സ്പൂൺ കോക്കനട്ട് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-ാം പാലിന് വേണ്ടിയിട്ട് അതേ അളവ് വെള്ളത്തിൽ 1 സ്പൂൺ കോക്കനട്ട് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റേഷ്യോ നമ്മളുടെ ആ ഒരു പാക്കറ്റിൻ്റെ ബാക്കിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിരുന്നു. നല്ലപോലെ കട്ടിക്ക് 1-ാം പാല് വന്നിട്ടുണ്ടായിരുന്നു, കട്ടി കുറഞ്ഞ് 2-ാം പാല് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് നേരം നമ്മളിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. കാരണം നല്ലപോലെ അതൊന്ന് മെൽറ്റായിട്ട് വരണം. ഇങ്ങനെ കട്ടിയൊന്നും പാടില്ലല്ലോ. കട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയുടെ ആ ഒരു ചിലപ്പം കറിയിലും അതേപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾക്കിപ്പം ഈ തേങ്ങ പിരിയില്ലേ, അതേ കണക്ക് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് നല്ലപോലെ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യുന്ന പോലെ അത് ആ ഒരു വെള്ളത്തിൽ നല്ല രീതിക്ക് അലിയിച്ചെടുക്കുക. അരമണിക്കൂർ ഏട്ടൻ നല്ലപോലെ ഞെരടിയിട്ട് അതിലേക്ക് ഞാൻ 2-ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേവിക്കുമ്പം നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ അങ്ങനെ ഉടഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി. ആ സമയമായപ്പോഴത്തേക്കും നമ്മളുടെ പച്ചക്കറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള, വെളുത്തുള്ളി, വേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് നമ്മളുടെ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ മാങ്ങി വെന്തിട്ടുണ്ടായിരുന്നു. അതിലോട്ടേക്ക് 1-ാം പാൽ ഒഴിച്ചു. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഒരുപാട് നേരം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമ്മളുടെ മാങ്ങക്കറി സെറ്റായിട്ടുണ്ടാവും. ഫൈനൽ ടച്ചപ്പായിട്ട് നമുക്ക് ഇച്ചിരി കടുക് വറുത്തിടാം. ഏട്ടന് ഉലുവ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ ഇട്ടിട്ടില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഉലുവ ഇടാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അടിപൊളി മാങ്ങക്കറി സെറ്റായിട്ടുണ്ട്. കൂട്ടത്തിൽ 2 ചാള ഉണ്ടായിരുന്നു, അതിനെ പിടിച്ചങ്ങ് വറുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ചോറെല്ലാം വാർത്തു. ഈ ഒരു മാങ്ങക്കറി ഉണ്ടല്ലോ, ഇപ്പം ഞാനിത് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഏട്ടൻ പറയുന്നുണ്ട് മാങ്ങക്കറി ഊട്ടി കഴിക്കണമെന്ന്. അത് പോരാത്തതിന് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് യൂട്യൂബിൽ ഷോർട്സിൽ ഇപ്പം ഫുൾ വരണത് അങ്കമാലി മാങ്ങക്കറി, ട്രെൻഡിങ് അങ്കമാലി മാങ്ങക്കറി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളെ നമ്മൾ മാങ്ങക്കറി ഉണ്ടാക്കിയിട്ട്, അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയത്. പിന്നെ ഈ മാങ്ങക്കറിയുടെ വേറൊരു കുഴപ്പമാണോ നല്ലതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് മാങ്ങക്കറിയുടെ കൂടെ എന്തെങ്കിലും ഒരു നോൺ വെജ് ഉണ്ടെങ്കിലാണ് ആ ഒരു കോംബോ അങ്ങ് കംപ്ലീറ്റ് ആവുള്ളൂ. പച്ചക്കറി മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ അങ്ങ് കംപ്ലീറ്റ് ആവില്ല. ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഫിഷ് ഐറ്റം വേണം, അല്ലെങ്കിൽ ബീഫ്, ചിക്കൻ എന്തെങ്കിലും ആയിക്കോട്ടെ.
പക്ഷെ മാങ്ങക്കറിയും ബീഫുമാണ് കേട്ടോ കിടു കോമ്പിനേഷൻ. നമ്മൾക്ക് രാത്രി അതാണ്, നമ്മൾക്ക് കുറച്ച് ബീഫ് ബാക്കിയിരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് രാത്രി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. ചാളമീൻ കുറച്ച് ദിവസമായി, ഇനിയും കുറച്ച് ദിവസവും കൂടെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലേ അത് അവിടെ ഇരുന്ന് തന്നെ പ്രാകും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആ മീൻ പിടിച്ചിട്ട് അങ്ങ് വറുത്തത്. എന്തായാലും സംഭവം കിടുവായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഈ ഒരു കറി അറിയുന്നുണ്ടാവും. ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ.